ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ശനിയാഴ്ച രാവിലെ തുമരക്കാവിൽ ട്രെയിൻ തട്ടി മരിച്ച പത്തനംതിട്ട സ്വദേശി നാസറിന്റെ മൃതദേഹം അഴുകിയെന്ന് പരാതി. ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സൂക്ഷിച്ച മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് അഴുകിയത്. അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നും മൊബൈൽ ഫ്രീസർ തകരാറിലായതാണ് കാരണമെന്നും നാസറിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. എടക്കരയിലെ പച്ചക്കറി കടയിൽ നിന്ന് പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വഴിക്കടവ് ആനപ്പാറയിലെ പുത്തൻ വീട്ടിൽ നൌഷാദിന്റെ മകൻ എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി കൂടിയായ സിനാനാണ് മരിച്ചത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിക്കുകയും മഴ പെയ്തതോടെ തകർന്നടിയുകയും ചെയ്ത പൊന്നാനി ദേശീയപാതയുടെ പുനർനിർമ്മാണം ഓഗസ്റ്റ് 31-നകം പൂർത്തീകരിക്കണമെന്ന പി നന്ദകുമാർ MLA അന്ത്യശാസനം പാലിക്കാതെ ഉദ്യോഗസ്ഥർ. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി പോലീസ് ഉൾപ്പെടെയുള്ള സേനകൾ തിരച്ചിൽ നിർത്തിയെങ്കിലും ശരീരഭാഗങ്ങൾ പിന്നെയും കണ്ടെത്തി. ചാലിയാറിന്റെ പൊത്തുകല്ല് അമ്പുട്ടാംപൊട്ടി ഭാഗത്തു നിന്നുമാണ് ശരീരഭാഗം കണ്ടെത്തിയത്. മീൻപിടുത്തത്തിനിടെ വള്ളം മറിഞ്ഞ് കടലിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തീരദേശ പോലീസും ഫിഷറീസും മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. മറിഞ്ഞ വള്ളവും കരയ്ക്കെത്തിച്ചു. പൊന്നാനി സ്വദേശി കുട്ടുങ്ങാനകത്ത് ഉസ്മാന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. പൊട്ടിപ്പൊളിഞ്ഞ കുറ്റിപ്പുറം ടൗണിലെ തിരൂർ റോഡ് ശോചനീയാവസ്ഥയിൽ. ജൽജീവൻ പദ്ധതിക്കായി മാസങ്ങൾക്ക് മുൻപ് തിരൂർ റോഡ് വെട്ടിപ്പൊളിച്ച അധികൃതർ ഈ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കോഹിനൂർ കുമ്മിണിപ്പറമ്പ് എയർപോർട്ട് റോഡിലെ തകർന്ന പാശുഭിത്തി നിർമ്മാണത്തിന് 15 ലക്ഷത്തിന്റെ ഭരണാനുമതി. പള്ളിക്കൽ കോഹിനൂർ കുമ്മിണിപ്പറമ്പ് എയർപോർട്ട് റോഡിലെ പാർശ്വഭിത്തിയാണ് തകർന്നത്. കഴിഞ്ഞ ജൂലൈ 30-നാണ് ദേശീയപാത കോഹിനൂരിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതയുടെ പാർശ്വഭിത്തി തകർന്നത്. ഒളമ്പക്കടവ് പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. മലപ്പുറം പാലക്കാട് മേഖല കേരള റോഡ് ഫണ്ട് ബോർഡിന് അടിയന്തര നിർദ്ദേശം നൽകി. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ സിഗ്നൽ കാത്തുകടക്കുന്ന സമയത്തിനുള്ളിൽ വാഹനത്തിന്റെ ചില്ല് കഴുകുന്നതും കളിപ്പാട്ടങ്ങളുടെ വിൽപ്പനയും അപകട സാധ്യതയേറുന്നു. നാടോടി വിഭാഗത്തിലുള്ള വനിതകളടക്കമാണ് തിരക്കേറിയ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.